പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് ആത്മീയ ശാരീരികമെല്ലാം പൂർണ്ണവരെ കാത്തുരക്ഷിക്കണമേ. പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൈന്യയുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനത്തിന് മനോഹരമാകുന്നു. മനുഷ്യരതാരും ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ദാരിദ്ര്യത്തിനും അങ്ങയുടെ തിരുവനന്തപുരത്തിനേറ്റവും ഞങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധ വളർന്നവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പിതാവിന്റെയും പുത്രന്റെയും പ്രിയപ്പെട്ട പേരിട്ട സ്നേഹമുള്ള അച്ഛന്മാരെ, കുടുംബാംഗങ്ങളെ, വളരെയേറെ സന്തോഷമുള്ള ഒരിക്കലൊരു ആർട്ടിസ്റ്റ് ഒരാഗ്രഹം നല്ലൊരു പടം വരയ്ക്കണമെന്ന്, ജീവിതത്തിൽ ഏറ്റവും നല്ല മനോഹരമായ പടമായിരിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പുറത്തിറങ്ങി ആദ്യം കണ്ടത് ഒരു സന്യാസിയാണ്. സന്യാസിയോട് ചോദിച്ചു, ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന എന്താ? വിലമതിക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. അത് ആ ആർട്ടിസ്റ്റ് കുറിച്ച് വെച്ചു. പിന്നെ കുറച്ച് പോയപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് രണ്ട് നവദമ്പതികളിരിക്കുന്ന കണ്ടു. ജീവിതത്തിൽ ഏറ്റവും വലിയ മൂല്യം എന്താണെന്ന് ഒരു കുടുംബത്തിൻ്റെ പടം വരച്ചത്. മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ പടം. കുടുംബത്തിൽ സ്നേഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, കുടുംബം എന്ന് ജിജോ സാറിനുണ്ടാകണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ജിജോ സാർ ഒരു പ്രാവശ്യമായിട്ടുണ്ട്. ശരിക്ക് രാജഗിരിയുടെ ദൈവം ഒരു പ്രാവശ്യം ആകാറുണ്ട്. അപ്പോൾ ദൈവം ഞാൻ അമ്മൻ്റെ കയ്യിലോട്ട് പറഞ്ഞു, ഒരു വർഷം കൂടി നിൽക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അത് പ്രത്യേകമായിട്ടൊരു കഴിവ് ജിജോ സാറുണ്ട്. ആ കുടുംബത്തിന് മുഴുവൻ അതുണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഭാര്യ സോനിയും അതുപോലെ തന്നെ. പക്ഷെ അവിടെ ഒരു കുഴപ്പം വരില്ല. പക്ഷെ അതുപോലെ ഒരു കൃത്യതയുള്ള മനുഷ്യൻ, അപൂർവമായിട്ടുള്ള മക്കളെ നിങ്ങളൊക്കെ വലിയ ഭാഗ്യന്മാരാണ്. ഇതുപോലൊരു അച്ഛനാണ് ചെയ്തത് കിട്ടിയത്. അപ്പോൾ ജിജോ സാറിനോട് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും ആയി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും എന്നെ പഠിപ്പിച്ചു. ആ മാതാപിതാക്കളുടെ നന്മ രണ്ടുപേരുടെ മുമ്പിൽ നിൽക്കുന്നു. നല്ലൊരു കുടുംബം ഇവിടെ ഉണ്ടായതിൽ ഞാൻ ഈ കുടുംബത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് തോന്നിയത്, പണ്ട് ഗോളിയർ രാജാവായിരുന്ന ഇന്ത്യയുടെ മന്ത്രിയായിരുന്ന മാധവറാവ് സിദ്ധിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. ഇവിടെയൊക്കെ ഈ കുടുംബത്തിന്റെ ബലം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ കുടുംബത്തിന്റെ ബലം വലുതാണ്. കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങയെയും ഇന്ന് ഇവിടെ വന്നവരെയും എല്ലാ വിധത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ, രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭവനത്തിൽ പറഞ്ഞു വസിക്കുന്ന മക്കളിൽ നിന്ന് കിട്ടി. ഈശോയെ അവിടുത്തെ ഇവിടുത്തെ ശക്തമാത്തിലേക്ക് തന്നെ ഈ ഭവനത്തിൽ വന്ന് വസിക്കുന്ന മക്കളെയും ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും വിശ്വസ്ഥാനങ്ങളെയും പക്ഷിമൃഗാദികൾ എഴുന്നതുക്കളെയും പ്രാണികളെയും വായുവിനും ജലത്തെയും മണ്ണിലെ അന്തരീക്ഷ കഴുകണമേ, പൊതിയണമേ. ഈശോയെ അവിടത്തേക്ക് മാത്രമേ മക്കളെ രക്ഷിക്കാനാണ് സൃഷ്ടാ പരിപാലനോടെ നേതാവും അധിപതിയും വിമോചകനും വിടുന്ന സഭയ്ക്കതായ കൃപാദാനം.
നന്ദിയേകിടാം നന്ദിയേകിടാം നല്ലവനാം ദൈവത്തിനോ നന്ദിയേകിടാം നല്ലവനാം ഗുരുവായിക്ക് നന്ദിയേകിടാം നല്ലവണ്ണം മാതാവിന് നന്ദിയേകിടാം. അടുത്തായിട്ട് ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കും. ബന്ധുമിത്രാദികളെ, വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയാതെ ദൈവത്തിൻ്റെ ഞങ്ങളുടെ നിത്യപ്രാർത്ഥന ഞങ്ങളുടെ കാലത്തോളവും ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഞങ്ങളുടെ മക്കളുടെ എല്ലാം കാലത്തും തുടരണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ ഉള്ളത്. ദൈവം അനുഗ്രഹം കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും മതത്തിനും അല്ലലും കൂടാതെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. ദൈവത്തിന് നന്ദി, ആയിരം നന്ദി. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ബസ് കയറിയൊക്കെ എനിക്ക് ഞങ്ങളോടെല്ലാം ധാരാളം ഹൃദയം തന്നെ